ഹലോ 2026 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ന്യൂ ഇയർ ആയെന്ന് രാവിലെയാണ് ഇതിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ ന്യൂ ഇയർ ആയിട്ട് രാവിലെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുമായിന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ ലേശം വൈകിപ്പോയി എണീക്കാൻ, രാത്രി പാട് വൈകിന്. തലേന്ന് രാത്രി കിടക്കാനട്ടാ 2025 രാത്രി കിടന്നുറങ്ങാൻ പാട് വൈകി. എന്ന് വെച്ചാൽ പിന്നെ 12:30 1 മണി തന്നെ അതിനും തോന്നുന്നു കിടക്കാൻ. അങ്ങനെ കുറച്ച് രാവിലെ എണീക്കാനും വൈകി. അങ്ങനെ വേഗം ചപ്പാത്തീനെല്ലാം കുഴച്ച് മയപ്പെടുത്തി എടുക്കട്ട്, എന്നിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പണി നോക്കാൻ. അപ്പോൾ ചിക്കൻ വാങ്ങിന് കേട്ടോ. ചിക്കനും കൊണ്ടുവന്നതിന് അരവെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തിക്ക് അവിടെ കുഴച്ച് വെച്ചു, ചിക്കൻ അരവെല്ലാം പെരക്കി വെച്ച് വേഗം ചിക്കൻ്റെ പണിയും കൂടെ നോക്കാം. അതിനിടയ്ക്ക് ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ തിളച്ചു വന്നു. പിന്നെ രാവിലെ നമ്മൾ വിറകടുപ്പിൽ പശുവിൻ്റെ വെള്ളമെല്ലാം വെച്ചിനാഞ്ഞു. അതെല്ലാം ചൂടായി വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചു. ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടു കേട്ടോ, അരിയെല്ലാം ഇട്ടു. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറി ഞാൻ വേഗം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടത്, അതിന് ശേഷം ഞാൻ ചപ്പാത്തി ഇടാൻ നോക്കീനി. അങ്ങനെ ചിക്കൻ കറിയെല്ലാം വേഗം റെഡിയാക്കി വെച്ചു. പിന്നെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ന്യൂ ഇയർ എന്നൊന്ന് പറയണേ. എല്ലാവർക്കും രാവിലെ നിന്നാണ് പിന്നെ ന്യൂ ഇയറിന് എന്താ പറയണ്ടത്, എന്നാന്ന് സ്പെഷ്യൽ എന്ന് പറയണേ ന്യൂ ഇയർ ആയിട്ട്. അപ്പം നമുക്ക് ന്യൂ ഇയർ ആയിട്ട് രാവിലെ ചിക്കനും ചപ്പാത്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും വിശേഷം എങ്ങനെയാണെന്ന് പറയണം. ന്യൂ ഇയറിന് പരിപാടിയെല്ലാം ഉണ്ടായിനോ എന്നെല്ലാം പറയണേ. പിന്നെ നമ്മളെ ഈ ഭാഗത്തെല്ലാം ചെറുതായിട്ട് എന്താ പറയണ്ടത്, പടക്കം പൊട്ടിക്കലും അങ്ങനെയുള്ള ആഘോഷങ്ങളെല്ലാം ഉണ്ടായിനി. പിന്നെ എന്താ പറയണ്ടത്, നമ്മളെ പുതിയൊരു 2025 സന്തോഷത്തോടെ നമ്മൾ പറഞ്ഞയച്ചിട്ട് 2026 സന്തോഷത്തോടെ വരവേറ്റു അല്ലേ. അപ്പോൾ വേഗം ചപ്പാത്തി ചുട്ടെടുക്കട്ടെ, എന്നിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറിനെല്ലാം അരി ഇട്ടതുകൊണ്ട് വേഗം പിന്നെ വിറകടുപ്പിലായതുകൊണ്ട് വേഗം തിളച്ചിടും. നല്ല തീയും ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ഏകദേശം എല്ലാം ചുട്ട് കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് കിട്ടീന് കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തിയാണ്. പിന്നെ കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ ചോറെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. റേഷൻ അരിയാന്നേ, അപ്പോൾ വേഗം വെന്ത് കിട്ടിക്കോളും. അങ്ങനെ വേഗം ചായ കുടിക്കാൻ നോക്കുമായിരുന്നു. എല്ലാവരും ചായ കുടിച്ച് ഓരോ ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും വേഗം ചായ കുടിക്കട്ടെ. ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ചായ കുടിക്കാൻ നോക്കുന്നത്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. എന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു പിന്നെ വേഗം കുളിയിൽ നിന്ന് രാവിലെ പശുവിൻ്റെ അടുക്കെല്ലാം പോയി വന്നേ പിന്നെയാണ് ചപ്പാത്തിയും എല്ലാം കറിയെല്ലാം ആയി. എല്ലാം ആയ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പശുവിൻ്റെ അടുക്ക പോയി അതിൻ്റെ ചാണകമെല്ലാം വാരി പുല്ലെല്ലാം ഇട്ട് കൊടുത്ത് വെള്ളവും കൊടുത്തതിന് ശേഷം വന്ന് കുളിയും കഴിഞ്ഞു. അങ്ങനെ കുളിച്ച് വന്നേ പിന്നെയാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വേഗം ചായ കുടിക്കട്ട്. എല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിക്കാൻ കൂടുന്നുണ്ടെങ്കിൽ എല്ലാവരും വേഗം വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിന് എല്ലാവർക്കും പിന്നെ എന്താ പറയണ്ടത്, നമ്മളെ ന്യൂ ഇയർ ആഘോഷമെല്ലാം എങ്ങനെയുണ്ടായിരുന്നെന്ന് പറയണേ. ഇപ്പോൾ ചായ കുടിക്കണം. നല്ല അടിപൊളി ചപ്പാത്തി ആയിട്ട് കിട്ടീന് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടീനി. അങ്ങനെ വേഗം ചായ കുടിക്കട്ട്, എന്നിട്ട് വേണം ബാക്കിയില്ലേ ഇത് നോക്കാൻ വേണ്ടിയിട്ട്. പശുവിന് ഇനിയിപ്പം പുല്ലിട്ട് കൊടുക്കാനെല്ലാം പോണത്ര ഒന്നും കൂടെ ആലയിൽ തന്നെ കെട്ടലാന്ന് കേട്ടോ. ഇപ്പം പുല്ല് ഇപ്പോൾ പുറത്ത് കെട്ടാൻ പുല്ലൊന്നും ഇല്ല. പിന്നെ അരിഞ്ഞുകൊണ്ട് വന്നിട്ട് നമുക്ക് തീറ്റ പുല്ലുണ്ട് നട്ടത്, അത് ഇല്ലതുകൊണ്ട് അരിഞ്ഞുകൊണ്ട് വന്നിട്ട് അത് ഇട്ട് കൊടുക്കും. ആലയിൽ തന്നെ കെട്ടലാന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉച്ചക്കെല്ലാം വേഗം കുളിപ്പിക്കും. അപ്പോൾ വേഗം ചായ കുടിക്കാൻ നോക്കട്ടെ, എന്നിട്ട് വേണം ആലയിലേക്ക് പോകാൻ. അപ്പോഴത്തേക്ക് ഉച്ചക്കേക്ക് പിന്നെ ചോറ് ഏകദേശം ആവാനായി. അതിലിടയ്ക്ക് കറി ചിക്കൻ കറിയും ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ആലയിലേക്ക് പോയി. അതിന് പുല്ലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ തീറ്റ പുല്ലാന്ന്, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊടാൻ വിടുന്നില്ല, തിന്നേണ്ട തിരക്കായതുകൊണ്ട് തൊടാനൊന്നും വിടുന്നില്ല. അപ്പോൾ രണ്ടാളെയും ആലയിൽ തന്നെ കിട്ടിയിട്ടായില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നായി കുരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ കണ്ടിട്ട് അരണേനെ എന്തോ പോകുന്നത് കണ്ടിട്ട് കുരച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിലെടുക്കാൻ നീ കുര. പിന്നെ ക്യാമറ കാണുമ്പോൾ പേടിയാണ്. അങ്ങനെ അവർ പുല്ലെല്ലാം തിന്നിട്ട് രാവിലെ എല്ലാം ഞാൻ പിന്നെ എന്താ പറയുക, കുളിക്കുന്നതിന് മുന്നേ എല്ലാം ആലെല്ലാം കഴുകി ചാണകമെല്ലാം വാരി രണ്ടാളെയും കുളിപ്പിച്ച് നല്ല ഇതായതാണ്. ഇനിയിപ്പം ഉച്ചക്ക് ഇതുപോലെ ആദ്യം വെള്ളമെല്ലാം കൊടുത്ത് പച്ചവെള്ളം കൊടുക്കും. പച്ചവെള്ളം കൊടുത്തൊന്ന് കുളിപ്പിച്ച് നല്ല ഇതാവും. ചൂടല്ലേ, ചൂടാകുമ്പോൾ ഒന്നും കൂടെ കുളിപ്പിച്ചെല്ലാം ദേഹമെല്ലാം തണുപ്പിക്കും. പിന്നെ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. ഞാൻ ചീര പിന്നെ പാവിയില്ലേ പൊടിപ്പിക്കാൻ, അത് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും അതിലെ കൂടെ എല്ലാം പോയി നോക്കി അങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല തന്നെ.
അങ്ങനെ ഇതാ പിന്നെ നമ്മളെ മുരിങ്ങേൻ്റെ പൂവെല്ലാം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മുരിങ്ങേൻ്റെ പൂവൊന്നും പിടിക്കാൻ ഞാൻ വിടയില്ല, അതിൻ്റെ എല്ലാം നുള്ളിയിട്ട്